സൂക്ഷിക്കണം സ്നേഹമുള്ളവരെ, സൂക്ഷിക്കണം. മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കുടുംബം മറന്ന്, നിങ്ങളുടെ വ്യക്തി ജീവിതം മറന്ന്, നിങ്ങളുടെ അയൽക്കാരെ മറന്ന്, നിങ്ങളുടെ ചുറ്റുപാടുകൾ മറന്ന് ഈ ലീഗിന്റെ കൊടി നിങ്ങൾ പിടിക്കേണ്ട ഒരാവശ്യവുമില്ല. നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങളുടെ വാപ്പയാണ്, നിങ്ങളുടെ ഉമ്മയാണ്, നിങ്ങളുടെ കുടുംബമാണ്, നിങ്ങളുടെ അയൽപക്കമാണ്. നിങ്ങളുടെ ഈ സംവിധാനത്തെ തകർത്തിട്ട് പിടിക്കാനുള്ള കൊടിയല്ല ലീഗ് എന്ന് പറയുന്നത്. ലീഗിന്റെ കൊടി പിടിക്കുന്നത് ആ സംവിധാനങ്ങളെ പരിരക്ഷിക്കാൻ കൂടിയാണ്. മൗലികമായ എല്ലാ രീതികളെയും നിങ്ങൾ തകർക്കുക. ഒരു കാര്യം സഖാക്കൾ മനസ്സിലാക്കുക, എല്ലാ മതവിശ്വാസങ്ങളും ഉണ്ട് ഈ രാജ്യത്ത്. പക്ഷെ ഞങ്ങൾ മതം പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ മദ്രസയിലാണ്, ഞങ്ങളുടെ പള്ളിയിലാണ്, ഞങ്ങളുടെ ദർസിലാണ്, ഞങ്ങളുടെ കോളേജുകളിലാണ്, ഞങ്ങളുടെ ചെലവില് ഞങ്ങൾ നടത്തുന്ന കോളേജിൽ. സ്കൂളില്ല. വിദ്യാഭ്യാസ മന്ത്രി, നിങ്ങളെ സ്കൂളിൽ മതമൊന്നും പഠിപ്പിക്കണ്ട, ദീനൊന്നും പഠിപ്പിക്കണ്ട. എന്താ കാര്യം എന്നറിയോ? അത് പൊതുമുതലാണ്. ബൈത്തുൽ മാൽ വെച്ച് പഠിപ്പിക്കാനുള്ളതല്ല ദീന്. ഞങ്ങളെ മക്കളെ ഞങ്ങൾ ദീൻ പഠിപ്പിച്ചോളും. അപ്പൊ ഒരു കാര്യം കൂടെ ഉണ്ട്. എങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ യുക്തിവാദം സ്കൂളിൽ പഠിപ്പിക്കുക? എങ്ങനെയാ പഠിപ്പിക്കുക? സഖാക്കളെ, നിങ്ങൾക്ക് ചെറുപ്പക്കാരനെ യുക്തിവാദിയാക്കണോ എങ്കില് നിങ്ങൾ കൊണ്ടുപോയി പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി പഠിപ്പിക്കുക. സർക്കാരിന്റെ ചെലവിൽ ഞങ്ങളുടെ നികുതി പണം കൊണ്ട് നിങ്ങൾ മതവിരോധം പഠിപ്പിക്കാൻ സ്കൂളിൽ വന്നാൽ കൈകാര്യം ചെയ്യേണ്ട പോലെ കൈകാര്യം